നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി.ജെ.പിയുടെ മിഷൻ കേരള 2026 പ്രചാരണ പരിപാടിക്കാണ് അമിത്ഷാ ഇന്ന് തുടക്കമിട്ടത്. ഇടതു വലതു മുന്നണികളെ കടന്നാക്രമിക്കുന്നതിനൊപ്പം കക്ഷിരാഷ്ട്രീയത്തിനും മീതെ മോദിയുടെ ഗ്യാരണ്ടിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യത അമിത്ഷാ ഓർമ്മിപ്പിച്ചു. അടവുകൾ പലതും മാറ്റിപ്പയറ്റി ചുരുങ്ങിയ കാലം കൊണ്ട് ബി.ജെ.പി കേരളത്തിൽ നേട്ടമുണ്ടാക്കി എന്നതിൽ തർക്കമില്ല. ഹോംവർക്കും മുന്നൊരുക്കങ്ങളും രാഷ്ട്രീയ കേരളത്തിൽ ബി.ജെ.പിക്ക് നേട്ടമാകുമോ? ബി.ജെ.പിയുടെ കേരള മോഹം അതിമോഹമോ? വിശദമായി നോക്കാം. ടോപ് 10 ആദ്യം പ്രധാന തലക്കെട്ടുകൾ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം ഫ്യുവൽ സ്വിച്ച് ഓഫായതെന്ന് പ്രാഥമിക റിപ്പോർട്ട്. പറന്നുയർന്ന 32 സെക്കൻഡുകൾക്കകം എഞ്ചിനുകൾ ഓഫായി. ഫ്യുവൽ സ്വിച്ച് എന്തിന് ഓഫ് ചെയ്തുവെന്ന പൈലറ്റിന്റെ ചോദ്യവും ഓഫ് ചെയ്തില്ലെന്ന സഹ പൈലറ്റിന്റെ മറുപടിയും വോയിസ് ബോക്സിൽ. വിമാനം പൈലറ്റ് മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്തിയതാകാമെന്ന് ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ. അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ നിഗമനങ്ങളിൽ എത്തരുതെന്ന് വ്യോമയാന മന്ത്രാലയം. റിപ്പോർട്ടിൽ അതൃപ്തിയെന്ന് പൈലറ്റ്സ് അസോസിയേഷൻ. സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്വർണ്ണക്കടത്ത് സർക്കാർ സ്പോൺസേഡ് അഴിമതിയെന്ന് അമിത്ഷാ. തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന് മികവില്ലെന്ന് CPI. കെ രാജൻ ഒഴികെയുള്ള മന്ത്രിമാരുടെ പ്രവർത്തനം പരാജയമെന്ന് തൃശൂർ ജില്ലാ സമ്മേളനം. ധനമന്ത്രി പണം അനുവദിക്കുന്നില്ലെന്ന ആക്ഷേപം. എല്ലാ വകുപ്പുകൾക്കും പണം അനുവദിക്കുന്നുണ്ടെന്ന് ധനമന്ത്രി. സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയാകാമെന്ന് സർക്കാർ. ചർച്ചയിൽ മാന്യമായ സമീപനം സ്വീകരിക്കുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇപ്പോഴത്തെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് കാന്തപുരം വിഭാഗം. മണ്ണിടിച്ചിൽ ഭീതിയിൽ തിരുവനന്തപുരം കിളിമാനൂർ കുഴിവിള ഇരപ്പിൽ നഗർ നിവാസികൾ. സർക്കാരും ജനപ്രതിനിധികളും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. ടോപ് 10 സ്പെഷ്യൽ. ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല കീമിൽ അടുത്ത വർഷം നടപ്പിലാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. സർക്കാരിന് തെറ്റുപറ്റിയില്ലെന്നും മന്ത്രി ആർ ബിന്ദു. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ VC പോര് തുടരുന്നു. KS അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകളിൽ തുടർ നടപടി പാടില്ലെന്ന് ഉത്തരവിറക്കി VC. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് തടസ്സം സർക്കാരെന്ന് മുസ്ലിം ലീഗ്. ലീഗ് ഭൂമി വാങ്ങിയതിൽ ക്രമക്കേടെന്നും രേഖകൾ ഹാജരാക്കണമെന്നും സർക്കാർ. സർക്കാരിന് സാധിക്കാത്തത് ലീഗ് ചെയ്യുന്നതിൽ കണ്ണുകടിയെന്ന് PMA സലാം. വനിതാ വിംബിൾഡൺ കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാതെക്കിന്. ലീഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ലീഡിനായി ഇന്ത്യ പൊരുതുന്നു. 6 വിക്കറ്റിന് 376 റൺസ് എന്ന നിലയിൽ KL രാഹുലിന് സെഞ്ചുറി. ഗ്രൂപ്പ് 4 വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചനെ പാർട്ടി പ്രവർത്തകർ മർദ്ദിച്ചു. കയ്യാങ്കളി മുള്ളൻകൊല്ലിയിലെ മണ്ഡലം പ്രസിഡന്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ. സ്റ്റോറി ഓഫ് ദി ഡേ. ആഹാരം ഓർഡർ ചെയ്യാം അരുമകൾക്കും. വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന ഫ്യുവൽ സ്വിച്ചുകൾ ഓഫാക്കിയതാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴാൻ കാരണമെന്ന് അന്വേഷണ റിപ്പോർട്ട്. എന്തിന് ഓഫ് ചെയ്തുവെന്ന പൈലറ്റിന്റെ ചോദ്യവും താൻ ഓഫ് ചെയ്തില്ല എന്ന സഹ പൈലറ്റിന്റെ മറുപടിയും കോക്പിറ്റിന്റെ വോയിസ് ബോക്സിലുണ്ട്. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ വീണ്ടും പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് വിമാനം തകർന്നു വീണെന്നും റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം പ്രാഥമികമായി വിമാനത്തിന്റെ എഞ്ചിന് തകരാറുണ്ടായിരുന്നില്ല. പൈലറ്റുമാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ ഇന്ധന ചോർച്ചയോ പക്ഷിയിടിക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകളില്ല. വിമാനം നിലത്തുനിന്ന് 600 അടി പൊങ്ങി വേഗത 180 നോട്ട്സിൽ എത്തിയതിനു തൊട്ടു പിന്നാലെ എഞ്ചിൻ 1, എഞ്ചിൻ 2 എന്നിവയുടെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറി. എഞ്ചിനുകളിലേക്ക് ഇന്ധനം വരുന്ന സ്വിച്ചുകൾ ഓഫായി. 32 സെക്കൻഡുകൾക്കകം 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. വിമാനം പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അപകടം സംഭവിച്ചു. കെട്ടിടങ്ങളിൽ ഇടിച്ച് തീപിടിച്ചതിന് പിന്നാലെ വിമാനം പൂർണ്ണമായി തകരുകയും ചെയ്തു. വിമാനത്തിൽ 2 എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. ഒരു EAFR-ൽ നിന്ന് ഏകദേശം 49 മണിക്കൂർ ഫ്ലൈറ്റ് ഡേറ്റയും 2 മണിക്കൂർ ഓഡിയോയും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ
പിൻഭാഗത്തെ EAFR-ന് കാര്യമായ തകരാർ സംഭവിച്ചതിനാൽ വിവരങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ദുരൂഹതയേറുന്നത് എഞ്ചിൻ 1, എഞ്ചിൻ 2 എന്നിവയുടെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് എങ്ങനെ മാറി എന്നതാണ്. പൈലറ്റും കോ പൈലറ്റും തമ്മിലുള്ള നിർണായകമായ സംഭാഷണം കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗിൽ നിന്ന് വീണ്ടെടുത്തിട്ടുണ്ട്. എന്തിന് ഓഫ് ചെയ്തുവെന്ന പൈലറ്റിന്റെ ചോദ്യവും താൻ ഓഫ് ചെയ്തില്ല എന്ന സഹ പൈലറ്റിന്റെ മറുപടിയും കോക്പിറ്റിന്റെ വോയിസ് ബോക്സിലുണ്ട്. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ 4 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുൻപ് തന്നെ വിമാനം തകർന്നു വീണുവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പൈലറ്റുമാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് പൈലറ്റുമാർക്കിടയിൽ ധാരണ ഉണ്ടായിരുന്നില്ലെന്ന സംശയമാണ് കോക്പിറ്റിൽ നിന്നുള്ള വോയിസ് ഓവറിൽ നിന്ന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ റാം എയർ ടർബൻസും ഓൺ ആയിരുന്നു എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ. വിമാനത്തിലെ വൈദ്യുതി ഹൈഡ്രോളിക് സർക്യൂട്ട് പ്രവർത്തനക്ഷമമല്ലാതാകുമ്പോഴാണ് റാറ്റ് പ്രവർത്തനക്ഷമമാകുന്നത്. ചുരുക്കത്തിൽ 2 എഞ്ചിനുകളും ഒരേ സമയം നിശ്ചലമായി എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപകട സമയത്ത് 230 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 15 പേർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്നു. 2:09 മേഡേ കോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് വന്നിരുന്നുവെങ്കിലും തിരിച്ച് കോക്പിറ്റിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം അഹമ്മദാബാദിന് സമീപം തകർന്നു വീഴുകയായിരുന്നു. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നതോടെ വിവാദങ്ങളും പുകയുന്നു. വിമാനം പൈലറ്റ് മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്തിയതാകാമെന്ന ആരോപണവുമായി പ്രമുഖ വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ രംഗത്തെത്തി. അന്തിമ റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെ നിഗമനങ്ങളിൽ എത്തിച്ചേരരുത് എന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയ മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. റിപ്പോർട്ടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും രംഗത്ത് വന്നു. NDTVക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് പ്രമുഖ വ്യോമയാന വിദഗ്ധനായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. വിമാനം പൈലറ്റ് മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്തിയതാകാമെന്നും ആത്മഹത്യ പോലും ഇക്കാര്യത്തിൽ സംശയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. Manually, it cannot be done automatically or due to a power failure because the fuel selectors, they're not the sliding type. They will always be in a slot. You have to pull them out and move them up or down. So the question of inadvertently moving it to off position doesn't happen. So definitely it's a case of deliberate manual selection. Only then you can move it to off. I've heard that the captain had some medical history and it can happen. Nothing else explains why a switch with a takeoff point, just after rotation, both switches are moved one after the other to off position. It has to be deliberately done. പൈലറ്റുമാരിൽ ഒരാൾ മനഃപൂർവ്വം ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കാനുള്ള സാധ്യതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ധന സെലക്ടറുകൾ സ്ലൈഡിംഗ് തരത്തിലുള്ളതല്ലാത്തതിനാൽ ഓട്ടോമാറ്റിക്കായോ വൈദ്യുതി തകരാർ മൂലമോ എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലയ്ക്കില്ല. സ്വിച്ച് വലിച്ചുയർത്തി വേണം അവ മുകളിലേക്കോ താഴേക്കോ നീക്കാൻ. അതിനാൽ തന്നെ അബദ്ധവശാൽ അവയെ ഓഫ് പൊസിഷനിലേക്ക് മാറ്റാനുള്ള സാധ്യതയില്ലെന്ന് മോഹൻ രംഗനാഥൻ വ്യക്തമാക്കി. ഇപ്പോൾ പുറത്തുവന്നത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണെന്നും നിഗമനങ്ങളിലേക്ക് എത്തരുതെന്നും വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മികച്ച പൈലറ്റുമാരും ജീവനക്കാരുമാണ് നമുക്കുള്ളത്. വ്യോമയാന മന്ത്രാലയത്തിന്റെ നട്ടെല്ലാണ് അവർ. ഇപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് സാധിക്കില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തമായി മറുപടി പറയാൻ ഇപ്പോൾ സാധിക്കില്ല. റിപ്പോർട്ട് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സമഗ്രമായി വിശകലനം ചെയ്യുകയാണെന്നും അന്തിമ റിപ്പോർട്ടിനായി കാത്തിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. And regarding the report, this is a preliminary report right now. And from the ministry, we are analyzing the report. But I think it would be better if we can comment on it once the final report comes in. So we are coordinating with AIB also. Whatever support or resources they need, we'll be providing to them. പൈലറ്റുമാരുടെ സംഭാഷണം മാത്രം അടിസ്ഥാനമാക്കി ഒരു നിഗമനത്തിലും എത്തിച്ചേരാൻ കഴിയില്ലെന്ന് സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ മൊഹോളും പറഞ്ഞു. അതിനിടെ റിപ്പോർട്ടിൽ അതൃപ്തി പ്രകടിപ്പിച്ച എയർലൈൻസ് പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് പൈലറ്റുമാരുടെ സംഘടന ആശങ്ക രേഖപ്പെടുത്തിയത്. അന്വേഷണം ഏകപക്ഷീയമാണെന്നും സുതാര്യത ഉറപ്പാക്കാനായിട്ടില്ലെന്നുമാണ് ആരോപണം.
അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവം പല സംശയങ്ങൾക്കും കാരണമാകുന്നു. അനുഭവ സമ്പത്തുള്ള പൈലറ്റുമാർ ഇതുവരെ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചതും ദുരൂഹമാണെന്ന് സംഘടന ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് BJPക്ക് ആവേശമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരള സന്ദർശനം. 2026 കേരളത്തിൽ BJP അധികാരത്തിലെത്തുകയാണ് ലക്ഷ്യമെന്ന് നേതൃസംഗമത്തിൽ അമിത്ഷായുടെ ആഹ്വാനം. വിഴിഞ്ഞം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയ കേന്ദ്രമന്ത്രി മോദിയുടെ വികസിത ഭാരതം പൂർണ്ണതയിലെത്തണമെങ്കിൽ കേരളത്തിൽ BJP അധികാരത്തിലെത്തണമെന്നും ഓർമ്മിപ്പിച്ചു. മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കച്ചമുറുക്കി അങ്കത്തട്ടിലിറങ്ങാൻ കേരളത്തിലെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇക്കാലം അത്രയും കേരളം മാറി മാറി ഭരിച്ച LDF UDF കൂട്ടുകെട്ടുകളുടെ അഴിമതി കഥകൾ അക്കമിട്ട് നിരത്തിയാണ് പുത്തരിക്കണ്ടത്ത് നേതൃസംഗമത്തെ അമിത്ഷാ അഭിസംബോധന ചെയ്തത്. സ്വർണ്ണക്കടത്ത് പിണറായി സ്പോൺസേഡ് അഴിമതി എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. സോളാ കേസും ബാർക്കോഴയും പാലാരിവട്ടം പാലം അഴിമതിയും എടുത്തു പറഞ്ഞ് കോൺഗ്രസിനെയും കടന്നാക്രമിച്ചു. कई साल तक दोनों को मौके दिए मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है. കേരളത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന നേട്ടങ്ങളിൽ വിഴിഞ്ഞം തുറമുഖവും റെയിൽവേയും ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി. മോദിയുടെ വികസിത ഭാരതം പൂർണ്ണതയിലെത്തണമെങ്കിൽ കേരളത്തിൽ BJP അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2026 കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. और महान केरल राज्य जो अनेक संस्कृतियों का मिल मिलाप कर कर आगे बढ़ने वाला राज्य है, विकसित केरलम आज से भारतीय जनता पार्टी का मूल उद्देश्य बनने वाला है. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെങ്കിലും വഖഫ് ബില്ലിൽ ഭേദഗതി വരുത്തണമെങ്കിലും BJP അധികാരത്തിലുണ്ടാവണമെന്നും അമിത്ഷാ പറഞ്ഞു. മേഖലായോഗങ്ങൾ കൃത്യമായി നടത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു. ഓഗസ്റ്റിൽ അമിത്ഷാ വീണ്ടും കേരളത്തിലെത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാവിലെ 11 മണിയോടെയാണ് തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷന് സമീപമുള്ള മാരാർജി ഭവന്റെ ഉദ്ഘാടനം നടന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ, മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJP സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 7 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് BJPയുടെ കാര്യാലയം സജ്ജീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന നേതാക്കളോടൊപ്പം പുതിയ ഓഫീസിലെത്തിയ അമിത്ഷാ പതാക ഉയർത്തിയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് വിളക്ക് തെളിയിച്ച് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ശേഷം ഓഫീസിന് മുന്നിൽ വൃക്ഷത്തൈയും നട്ടു. ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള KG മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമയും അദ്ദേഹം അനാച്ഛാദനം ചെയ്തു. ശേഷം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പുതിയ സംസ്ഥാന കാര്യാലയത്തിന്റെ പാലുകാച്ചൽ ചടങ്ങും പൂജയും ഫെബ്രുവരിയിലായിരുന്നു. ഉദ്ഘാടനം കൂടി പൂർത്തിയായതോടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ സംസ്ഥാന സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം. രണ്ടാം LDF സർക്കാരിന് മികവില്ല. K രാജൻ ഒഴികെയുള്ള മറ്റു മന്ത്രിമാർക്ക് പെർഫോമൻസ് ഇല്ല. CPI വകുപ്പുകൾക്ക് ധനമന്ത്രി പണം അനുവദിക്കുന്നില്ലെന്നും വിമർശനം. ഒന്നാം സർക്കാരിന്റെ പ്രവർത്തന മികവിനോട് ചേർന്ന് നിൽക്കുന്നതല്ല രണ്ടാം LDF സർക്കാരിന്റെ പ്രവർത്തനമെന്നാണ് പൊതുചർച്ചയിലെ വികാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ ആരോപണങ്ങൾ മുന്നണിയെ പ്രതിരോധത്തിലാക്കി. ധനപ്രതിസന്ധിക്കിടയിലും CPIM മന്ത്രിമാർക്ക് പണം അനുവദിക്കുമ്പോഴും CPI മന്ത്രിമാരോട് കടുത്ത അവഗണനയെന്നും ചർച്ചയിൽ വിമർശനം. എന്നാൽ വിമർശനത്തെ തള്ളി ധനമന്ത്രി KN ബാലഗോപാലൻ രംഗത്തെത്തി. ഗവൺമെന്റ് വളരെ കളക്റ്റീവായിട്ട് ഒരു കാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പരിപാടി പറഞ്ഞിട്ട് അതിനായിട്ട് ആ പരിപാടി എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് എന്ന് മാത്രമല്ല
ഏറ്റവും അത്യാവശ്യമുള്ള ചില വകുപ്പുകളുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിലധികം അതിന് അധികം പണം കൊടുക്കേണ്ടി വരും. സപ്ലൈകോയിലടക്കം സാധനങ്ങളില്ലാത്തതിന്റെ പേരിൽ സാധാരണ പാർട്ടി പ്രവർത്തകർ മറുപടി പറഞ്ഞു മടുക്കുകയാണ്. ഭക്ഷ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും ഉയർന്നത് അതിരൂക്ഷ വിമർശനമാണ്. VS സുനിൽകുമാറിനൊപ്പം ഉയരാൻ P പ്രസാദിനാകുന്നില്ല. CPIM-നോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറാകണം. CPIM-നെ താങ്ങുന്ന നിലപാടാണ് സെക്രട്ടറിയുടേതെന്ന് ബിനോയ് വിശ്വത്തെ വേദിയിലിരുത്തി പൊതുസമ്മേളനത്തിൽ പ്രതിനിധികൾ ആഞ്ഞടിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയാവാമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയോടെ സമസ്തയും നിലപാടിൽ അയവ് വരുത്തുന്നു. ചർച്ചയെ സ്വാഗതം ചെയ്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചർച്ചയിൽ സമസ്തയും മാന്യമായ സമീപനം സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനകളോടുള്ള നീരസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. സ്കൂൾ സമയമാറ്റത്തിനെതിരെ ഓഗസ്റ്റ് 5-ന് കലക്ട്രേറ്റിലേക്കും സെപ്റ്റംബർ 30-ന് സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്താനാണ് സമസ്ത തീരുമാനിച്ചിരുന്നത്. അതേസമയം മദ്രസ പഠനത്തിന് വേറെ സമയം കണ്ടെത്തണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന സമസ്തയെ വീണ്ടും ചൊടിപ്പിച്ചു. അല്ല, അയാൾ പറയണത് എന്ന് പറഞ്ഞാൽ സമുദായത്തിൻ്റെ അങ്ങനല്ലല്ലോ പറയേണ്ടത്. നമുക്കത് ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞൂടെ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല, ഒരു വാശി പോലെ പറയല. അതിങ്ങനെ മാറ്റാം, മതസമയം മാറ്റാൻ പറ്റൂല. എവിടേക്ക് മാറ്റണമെങ്കിൽ ആകെ 24 മണിക്കൂറല്ലോ ഉറങ്ങുന്ന സമയത്താക്കുക മദ്രസ. പിന്നെ അതിന് മറുപടികളൊക്കെ മാന്യമായി പറയണം. ആര് പറയുകയാണെങ്കിലും, മനസ്സിലായില്ലേ? ആര് സമരം ചെയ്തിട്ടും കാര്യമില്ല, എന്തും അംഗീകരിക്കില്ല എന്നൊക്കെ പലർക്കും പറയാലോ. അത് ശരിയല്ല, ആ ശൈലി ശരിയല്ല എന്ന് മാത്രം. സമുദായങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെയല്ലേ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയണത്, ഭരണം എന്നൊക്കെ പറഞ്ഞത്. സമുദായങ്ങളല്ലേ വോട്ടും ചെയ്യണത്. ഇതിനിടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന മന്ത്രിയുടെ പ്രസ്താവന എത്തി. ചർച്ചയെ സ്വാഗതം ചെയ്ത സമസ്ത അധ്യക്ഷൻ സർക്കാർ മാന്യമായ സമീപനം സ്വീകരിക്കുന്നതിൽ വൈകിയെന്നും ഓർമ്മിപ്പിച്ചു. ചർച്ചയ്ക്ക് സമയം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞത് സ്വാഗതം ചെയ്യണം. ചർച്ച പരാജയപ്പെടുമോ അതോ വിജയിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. ചർച്ച വിജയിച്ചാൽ പിന്നെ പ്രക്ഷോഭത്തിൻ്റെ ആവശ്യമില്ല. ചർച്ച പരാജയപ്പെട്ടാൽ പിന്നെയും പ്രക്ഷോഭം വേണ്ടി വരും. ഒക്കെ ആലോചിച്ച് തീരുമാനിക്കും. പിന്നെ ചർച്ച വിജയിച്ചാൽ പ്രക്ഷോഭം വേണ്ടെന്ന നിലപാടിലാണ് സമസ്ത. മന്ത്രിയുടെ പ്രസ്താവന സമസ്തയെ ചൊടിപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ വിഷയത്തിൽ ചർച്ചയാകാമെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ സ്വീകരിച്ചത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണെന്നും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. LDF അധികാരത്തിലേറിയത് മുതൽ എല്ലാ ദിവസവും യു-ടേൺ ആണ്. ആലോചിക്കാതെ തീരുമാനമെടുക്കും, അത് യു-ടേൺ അടിക്കുമെന്നും സലാം കോഴിക്കോട് പറഞ്ഞു. കീമിൽ വലിയ ദുരിതമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അനുഭവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം പറഞ്ഞത് സമസ്തയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധം എന്ന് പറഞ്ഞ മന്ത്രിയോട് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ആ നിലപാടാണ് ജനാധിപത്യ വിരുദ്ധം എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട്. ചർച്ചയ്ക്ക് തയ്യാറാവണ്ടേ? ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് അതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരോട് എന്താണ് അഭിപ്രായ വ്യത്യാസത്തിന് കാരണം, അഭിപ്രായ വ്യത്യാസമില്ലാതെ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയല്ലേ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മര്യാദ. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ കാന്തപുരം വിഭാഗം സമരത്തിനില്ല. മദ്രസാ വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ നടക്കുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സമസ്ത സുന്നി AP വിഭാഗം വിലയിരുത്തുന്നു. സമസ്ത EK വിഭാഗത്തിനൊപ്പം ചേർന്ന് സമരത്തിനില്ലെന്നാണ് കാന്തപുരം നിലപാട്. സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമസ്ത EKയുടെ സമരപ്രഖ്യാപനത്തെ തള്ളി കാന്തപുരം വിഭാഗം. ഹൈസ്കൂൾ സമയം 15 മിനിറ്റ് നേരത്തെയാക്കുന്നത് മദ്രസാ പഠനത്തെ ബാധിക്കില്ലെന്നും കാന്തപുരം വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ സമയം രാവിലെ 8 മുതലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചപ്പോൾ മൗനത്തിലായ സംഘടനകളാണിപ്പോൾ പിണറായി സർക്കാരിനെതിരെ രംഗത്തു വന്നിട്ടുള്ളത്. സമസ്ത EK വിഭാഗത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതിൽ തല വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ നിലപാട്. 2 ഷിഫ്റ്റായാണ് മദ്രസാ പഠനം നടക്കുന്നത്. രാവിലെ 6:30 തുടങ്ങുന്ന ആദ്യ ഷിഫ്റ്റിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും രണ്ടാമത്തെ ഷിഫ്റ്റിൽ LP UP തലങ്ങളിലെ ചെറിയ കുട്ടികളും മദ്രസയിൽ പോകുന്നു. പിന്നെ എങ്ങനെയാണ് ഹൈസ്കൂൾ സമയമാറ്റമുണ്ടായാൽ മദ്രസാ പഠനത്തെ ബാധിക്കുകയെന്നും കാന്തപുരം വിഭാഗം ചോദിക്കുന്നു. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ നിലപാടിനൊപ്പം നിൽക്കാനാണ് കാന്തപുരം വിഭാഗത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. കുന്നിന് മുകളിലുള്ള വീടുകൾ ഏത് നിമിഷവും മണ്ണിനടിയിലാകുമെന്ന ഭയത്തിലാണ് തിരുവനന്തപുരം കിളിമാനൂർ കുഴിവിള ഇരപ്പിൽ നഗർ നിവാസികൾ. 14 കുടുംബങ്ങളിലായി 70ഓളം പേരാണ് സർക്കാർ അനാസ്ഥയിൽ ജീവൻ തുലാസിലായി കഴിയുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കിടക്കാൻ ഒരു വീടും വെള്ളവും വഴി ഇത് തന്നാൽ മതി, അല്ല നിങ്ങളെ ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇടിഞ്ഞു വീഴാതെ കിടക്കണം.
കഴിഞ്ഞ 70 വർഷമായി സുമതിയും കുടുംബവും കഴിയുന്നത് കിളിമാനൂർ കുഴിവിള ഇരപ്പിൽ നഗറിലെ ഈ കുന്നിൻ മുകളിലാണ്. പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായി കുന്നിൻ മുകളിലെ 14ഓളം വീടുകളിൽ കഴിയുന്നവർ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണെന്ന് ഇവർ പറയുന്നു. സംവരണ മണ്ഡലം കൂടിയായ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ കിളിമാനൂർ ബ്ലോക്ക് പഴയ കുന്നിന്മേൽ പഞ്ചായത്തിന്റെ 11ാം വാർഡിലാണ് ഇരപ്പിൽ നഗർ സ്ഥിതി ചെയ്യുന്നത്. വഴിയും വെള്ളവുമില്ലാതെ അപരിഷ്കൃത സമൂഹമായാണ് തങ്ങളെ അധികൃതർ കാണുന്നതെന്ന് ഇവർ പറയുന്നു. ഒന്നീ വഴി ഞങ്ങൾക്ക് അവിടെ കയറി വരാൻ കമ്പി ഊന്നി പിടിച്ചു കയറി വരാനുള്ളൊരു വഴി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി താമസിക്കണം. അപ്പോൾ അന്നും മിച്ച ഭൂമി ഇല്ലെന്നും പറഞ്ഞ് നടന്നു. ഞാൻ പഞ്ചായത്തിൻ്റെ ആളുകളോട് ഈ വില്ലേജ് ഓഫീസറേയും കൂടെ ഞാൻ ഇവിടെ ഉള്ള ഏകദേശമുള്ള മിച്ചഭൂമി അത്രയും ഞാൻ പോയി കാണിച്ചിട്ട് പറഞ്ഞ് ഇതെല്ലാം മിച്ചഭൂമിയാണ്, ഇതിന് ഏതെങ്കിലും ഒരു വശത്ത് ഞങ്ങൾക്ക് തന്നൂടെ എന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു അപേക്ഷ എഴുതി അവിടെ വന്നാൽ അവർ പിന്നെ നമ്മളെ കാണിക്കില്ല. നമുക്ക് പേപ്പർ വരും, കൊട്ടി ചെല്ലുമ്പോൾ വന്നില്ലെന്ന് പറയും. ആ അവസ്ഥയിൽ നമ്മളിവിടെ കഴിഞ്ഞു കൂടെയാണ് ഇപ്പോഴും. മഴ പെയ്ത് കഴിഞ്ഞാൽ എവിടെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി എണീക്കുന്നത്. ഉറക്കം ഇല്ല, എനിക്കാണെങ്കിൽ ഉറക്കം ഇല്ല. ഈ മഴ വരുമ്പം കാറ്റ് വരുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ നമുക്ക് പേടിയൊന്നുമില്ല മഴയില്ലെങ്കിൽ. ഈ മഴ വരുമ്പോഴും എല്ലാവരും എണീച്ച് ഇരിക്കും. കാരണം എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ ഇറങ്ങി ചെല്ലണ്ടേ എന്ന് വിചാരിച്ചു. എനിക്ക് കാലും വയ്യ, ഓടാൻ വയ്യ, എന്നാലും ഇറങ്ങി വരും. അങ്ങനത്തെ ഒരു ഭയാനത്തിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ മിച്ചഭൂമികൾ ഉണ്ടെങ്കിലും തങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ അധികൃതർ തയ്യാറല്ല. പരിസ്ഥിതി ലോല പ്രദേശമായി മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണെന്ന് ജിയോളജി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സ്ഥലത്തു നിന്നും സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ഇവരെ മാറ്റണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണ് ഉള്ളത്. ഭീഷണി നിലനിൽക്കുന്നതിനാൽ ലൈഫ് മുഖാന്തരം കിട്ടിയ വീടുകൾ പോലും നിർമ്മിക്കാൻ ഇവർക്ക് അനുമതിയില്ല. വീടുകളുടെ അറ്റകുറ്റപ്പണി പോലും പഞ്ചായത്ത് തടയുകയാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ തങ്ങൾ എല്ലാവരും ഏതു നിമിഷവും മണ്ണിനടിയിലാകുമെന്ന ഭീതിയിലാണ് ഇവർ. കുഴിവിള ഇരപ്പിൽ നഗറിലെ 14 കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്നത്. മാനത്ത് മഴക്കാറ് കാണുമ്പോൾ ഇവർക്ക് പേടിയാണ്. ക്യാമറമാൻ രാജേഷിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നൂൽപാലത്തിലൂടെ നടക്കുന്ന അവസ്ഥയാണ് തങ്ങളുടേതെന്ന് സ്ഥലവാസികൾ. സർക്കാർ സംവിധാനങ്ങളും ജനപ്രതിനിധികളും തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല. ഇനി ആരും തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞ് തങ്ങളുടെ അടുത്തേക്ക് എത്തരുതെന്നും ഇവർ പറയുന്നു. ഇവിടെ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് പിന്നെ ഈ വഴി കൈവഴിയൊക്കെ വെച്ച് കെട്ടിത്തരാം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ആ പറഞ്ഞ് പിന്നെ വന്നിട്ട് പറഞ്ഞ് അത് ആരും എടുക്കുന്നില്ല, എന്നുവെച്ചാൽ കോൺട്രാക്ടർമാർ എടുക്കണില്ല, അവർക്ക് ഗ്യാരണ്ടി ഇല്ല, ഈ മണ്ണിന് ഉറപ്പില്ല എന്ന് പറഞ്ഞങ്ങ് പോയി. പിന്നെ ഒന്നിനും വന്നിട്ടില്ല. പിന്നെ മഴയൊക്കെ ആയപ്പോൾ നമുക്ക് വീടുകളുടെ അകത്ത് കിടക്കാൻ പേടി. അങ്ങനെ നമ്മൾ താഴെ മിച്ചഭൂമിയുണ്ട് താഴെ. ആ മിച്ചഭൂമിയിൽ ഈ 14 വീട്ടുകാരും കൂടെ കുടിൽ കെട്ടി. അതിനുശേഷമാണ് ഇവിടെ ആരെങ്കിലും ഒരാൾ നമ്മൾ മനുഷ്യരാണെന്ന് പറഞ്ഞ് 14 വീട്ടുകാർ ജീവനോടെ മനുഷ്യരായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് തിരക്കാനെങ്കിലും ഇറങ്ങിയത്. ഒരു വീടിൻ്റെ പോലും പിന്നെ തറ ഇടിയാത്തതാ ബലക്ഷയം ഇല്ലാത്തതായിട്ട് ഒരു വീട് പോലും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മഴ പിടിക്കുമ്പോഴേ ഞങ്ങൾക്ക് പേടിയാണ്. പിന്നെ ഈ വീടിനകത്തൂടെയൊക്കെ വെള്ളം കയറി ഇറങ്ങിയാണ് ഇവിടെയൊക്കെ പോയത്. അത് ഇവിടെ അതേപോലെ തന്നെ അതിരുകളൊക്കെ ഇടിഞ്ഞ് വലിയ ഒരു ദുഃഖത്തിലാണ്. നമുക്ക് ഉറക്കമില്ല. എവിടെ വിളി കേൾക്കുന്നു അങ്ങോട്ട് ഓടണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കിടത്തുക. അത് ഓടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മണ്ണിൻ്റെ അടിയിലാവുന്ന സമയത്തായിരിക്കും നമ്മൾ ഓടി എത്തത്തുള്ളൂ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ വഴി. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെയും അംഗങ്ങളുടെയും എല്ലായിടത്തോടും പറഞ്ഞിട്ട് പോലും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല അവർ. ഇനിയും എനിക്കൊരു അപേക്ഷയുള്ളൂ, ഞങ്ങളെ ശല്യം ചെയ്യരുത്. ഇനി പാർട്ടി പരമ്പര ഇങ്ങോട്ട് വന്ന് ഇലക്ഷൻ്റെ പരമ്പരയിൽ വന്ന് ശല്യം ചെയ്യരുത്. മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നതിൽ 95% ബുദ്ധിമുട്ടാണ്. വഴി, വെള്ളം, കൊച്ചുങ്ങൾ പോലെ ബുദ്ധിമുട്ട്. ജിയോളജി വന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റുമെന്ന്. ഈ ഒരു വീട്ടിന് വേണ്ടി നമ്മളൊന്ന് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം അനുവദിക്കില്ല. അപ്പം നിർമ്മാണ പ്രവർത്തനം അനുവദിക്കാതിരുന്നതിനെ ഇടിഞ്ഞു കൊണ്ടിരിക്കും. ഒന്നുകിൽ നമ്മളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് വല്ലതും ചെയ്യുക. 95% ഇവിടെ ജീവിക്കുന്നത് ദുസ്സഹമാണ്. ഇരപ്പിൽ നഗർ നിവാസികളുടെ ദുരിതങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്.
കിളിമാനൂർ പഴയ കുന്നിന്മേൽ പഞ്ചായത്തിലെ കുഴിവിള ഇരപ്പിൽ നഗർ സ്വദേശികൾ, ഇരപ്പിൽ നഗറിലെ നിവാസികളാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവിടെ ഏകദേശം 14ഓളം വീടുകളാണ് ഈ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടേതായിട്ടുള്ളത്. അവർ ഈ 14 വീടുകളിലെ 70ഓളം പേർ താമസിക്കുന്നുമുണ്ട്. വളരെ പഴക്കം ചെന്ന വീടുകളാണ്. ആ വീടുകളുടെ പുനർനിർമ്മാണം പോലും കഴിയാത്ത സാഹചര്യമാണ്. അവിടെ ഈ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് ജിയോളജി വകുപ്പ് വരെ റിപ്പോർട്ട് നൽകിയിട്ടുള്ള സ്ഥലമായതിനാൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും അനുമതി നൽകാത്തൊരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ വീടുകളൊക്കെയും ഇടിഞ്ഞു താഴുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒട്ടുമിക്ക വീടുകളും ഇടിഞ്ഞു താഴുന്ന അവസ്ഥയിലാണ്. ഇവിടെ എല്ലാവരും തന്നെ ആളുകൾ താമസിക്കുന്നു എന്നതാണ് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന കാര്യം. ഓരോ മഴയിലും ഇവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മണ്ണിടിഞ്ഞു പോകുന്നു. ഒപ്പം തന്നെ ഏകദേശം 250ഓളം 300 അടി താഴ്ച വരെയാണ് മെയിൻ റോഡിൽ നിന്നും ഈ വീടുകൾ ഇരിക്കുന്ന ഭാഗത്തേക്കുള്ളത്. എന്തായാലും വലിയൊരു വെല്ലുവിളിയാണ് ഇവർക്ക് അവിടെ ഉള്ളത്. ഈ മണ്ണ് ഏതെങ്കിലും കാരണവശാൽ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും താഴേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. പല സൈഡിലും ഈ മണ്ണിടിച്ചിലുണ്ട്. അതിനാൽ തന്നെ മഴയുള്ള സമയത്ത് ഇവർക്ക് വീടുകളിൽ ഇരിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നിവർ പറയുന്നു. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഭയത്തോടു കൂടി തന്നെയാണ് ഇവർ ഓരോരുത്തരും കഴിയുന്നത്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉള്ളവരാണ് ഇവിടെയുള്ളത്. 70ലധികം ആളുകൾ ഈ 14 വീടുകളിലായി ഉണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ സർക്കാരോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വർഷങ്ങളായിരിക്കുന്നു. ആദ്യം നമ്മൾ വാർത്തയിൽ കണ്ട ആൾ 70 വയസ്സിന് മുകളിലുള്ള ആളാണ്. അവർ അത്രയും കാലമേ അവർ താമസിക്കുന്നു. എന്നാൽ ഈ മണ്ണിടിച്ചിലൊക്കെ തുടരുന്നു. ശരി, അധികൃതരുടെ അനാസ്ഥ മൂലം കിളിമാനൂരിലെ ഇരപ്പിൽ നഗർ നിവാസികളുടെ ദുരിതം വലിയ കഷ്ടത്തിലാണ്. എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചാരണം. എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. വിധി ശരിവെക്കുകയാണ് ഉണ്ടായത്. 2012 പ്രക്രിയ അടിസ്ഥാനപ്പെടുത്തി ലിസ്റ്റ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഇപ്പോൾ സംസ്ഥാന ബോർഡിന്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം സംസ്ഥാന സർക്കാരിൻ്റെതാണ് എന്ന തരത്തിൽ തെറ്റായ പ്രചാരണം നടക്കുന്നു. അടുത്ത വർഷം ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത തരത്തിൽ ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. തെറ്റൊന്നും പറ്റിയിട്ടില്ല. അത് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. സർക്കാർ പരീക്ഷ എഴുതിയ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷം ഒരു അനീതി ഉണ്ടായതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് 2012 മുതൽ തുടർന്നു വരുന്ന ഫോർമുലയുടെ ഭാഗമായിട്ട്, സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഡിസ്പാരിറ്റി സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ ഉള്ളതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കീം റാങ്ക് പട്ടിക വിവാദത്തിലായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ഒരു പ്രശ്നത്തെ കുളമാക്കുന്നത് എങ്ങനെയാണെന്ന് കേരള സർക്കാർ കാണിച്ചു തന്നിരിക്കുകയാണ്. കുട്ടികളെ മുഴുവൻ ആശയക്കുഴപ്പത്തിലാക്കി രക്ഷിതാക്കളുടെ ആശങ്ക സർക്കാർ മനസ്സിലാക്കുന്നില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് പ്രതികരിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കൂടി ശാപം കിട്ടുന്ന സർക്കാരായിട്ട് ഈ സർക്കാർ മാറപ്പെടുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രക്ഷാകർത്താവിൻ്റെ ആശങ്ക, വിദ്യാർത്ഥികളുടെ ആശങ്ക, അത് ഇവർക്ക് മനസ്സിലാക്കാനുള്ള വല്ല ശേഷിയുണ്ട്. ഭരിക്കുന്നവർക്ക് അത് മനസ്സിലാവണ്ടേ? എത്ര പ്രതീക്ഷയോടെയാണ് ഒരു കുട്ടി പരീക്ഷ എഴുതുന്നത്, എൻട്രൻസ് പരീക്ഷ എഴുതുന്നത്? നിങ്ങൾക്ക് പരിഷ്കാരം വേണമെങ്കിൽ, അതിന് മാറ്റം വേണമെങ്കിൽ അതിന് സമയമെടുത്ത് ആ സമയവുമായി ബന്ധപ്പെട്ട് പരിഷ്കാരം നടത്തണം. എല്ലാ വശങ്ങളും ആലോചിച്ച് പരിഷ്കാരം നടത്തണം. കീം പരീക്ഷയിൽ അട്ടിമറി നടന്നെന്ന് ആരോപിച്ച് KSU കോഴിക്കോട് നടത്തിയ പ്രതിഷേധത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. മാവൂർ റോഡിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ കോലം കത്തിച്ചുള്ള പ്രതിഷേധത്തിനിടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായത്. റോഡിലിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. വിഷയത്തിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് പറഞ്ഞു. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ VC പോര് തുടരുന്നു. KS അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകളിൽ തുടർ നടപടി പാടില്ലെന്ന് VC ഉത്തരവിറക്കി. പദവി ഒഴിയാൻ താൽപര്യമറിയിച്ച മിനി കാപ്പനോട് പദവിയിൽ തുടരാൻ VC മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശിച്ചു. രജിസ്ട്രാർ KS അനിൽകുമാറും കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മേലും തമ്മിലുള്ള പോര് കനക്കുന്നു. ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് രജിസ്ട്രാർ KS അനിൽകുമാറിനെ VC വിലക്കിയിരുന്നു. ഈ വിലക്ക് മറികടന്ന് 100-ലധികം ഫയലുകളിൽ അനിൽകുമാർ ഒപ്പിട്ടു. എന്നാൽ അത്തരത്തിൽ KS അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകൾക്ക് നിയമസാധുതയില്ലെന്നും അതിൽ തുടർ നടപടി പാടില്ലെന്നും VC മോഹൻ കുന്നുമ്മേൽ ഉത്തരവിറക്കി.
ഇ ഫയലിംഗിന്റെ നോഡൽ ഓഫീസർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ അനിൽകുമാറിന് ഫയലുകൾ കൈമാറുന്നു എന്നതിനാൽ സൂപ്പർ നോഡൽ ഓഫീസർ എന്ന നിലയിൽ തനിക്ക് മാത്രമായി ഈ ഫയലുകളുടെ ആക്സസ് നൽകണമെന്ന് ഇ ഫയലിംഗിന്റെ സേവനദാതാക്കളായ ടെക്നോ പാർക്കിലെ സ്വകാര്യ കമ്പനിയോട് VC ആവശ്യപ്പെട്ടു. എന്നാൽ കരാർ കെൽട്രോണും സർവകലാശാലയും തമ്മിലാണെന്ന് വ്യക്തമാക്കി കമ്പനി ആ ആവശ്യം നിരസിക്കുകയായിരുന്നു. സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് പരിഹാരമാകാതെ തുടരുമ്പോഴാണ് വൈസ് ചാൻസലർ നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്തു നിന്ന് ഒഴിവാക്കണമെന്ന് കാട്ടി കത്ത് നൽകിയത്. പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്നും വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്നും അറിയിച്ചാണ് മിനി കാപ്പൻ VCക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത്. എന്നാൽ തൽസ്ഥാനത്ത് തുടരാൻ VC നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യത്തിൽ VC തീരുമാനമെടുത്തിട്ടില്ല. ചട്ടപ്രകാരമുള്ളതുപോലെ 2 മാസത്തിലൊരിക്കൽ യോഗം വിളിച്ചാൽ മതിയെന്നാണ് VC വ്യക്തമാക്കുന്നത്. മിനി കാപ്പൻ അയച്ച ഫയലുകൾ VC ഒപ്പിടുകയും KS അനിൽകുമാർ അയച്ച ഫയലുകൾ VC മടക്കുകയും ചെയ്യുമ്പോൾ ഭരണ പ്രതിസന്ധിയിലൂടെയാണ് സർവകലാശാല കടന്നുപോകുന്നത്. ഇതുകാരണം ബുദ്ധിമുട്ടിലാകുന്നത് വിദ്യാർത്ഥികളാണ്. പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ചാൻസലറായ ഗവർണറും സംസ്ഥാന സർക്കാരും 2 തട്ടിൽ നിൽക്കുമ്പോൾ പ്രതിഷേധം തുടരാനാണ് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.